നെക്സ്റ്റ് പ്രോബ്ലം ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇല്ലേ ഐസോസിലസ് ട്രയാങ്കിൾ ഇല്ലേ അപ്പോൾ ആ സെയിം പ്രോബ്ലം തന്നെയാണ് അതേപോലെ തന്നെ വരുന്നത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു പി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ പിന്നെ ടോട്ടൽ പ്രഷറിൻ്റെ എച്ച് ഈക്വൽ ടു ഐ ജി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. നമുക്ക് ക്വസ്റ്റ്യൻ തന്ന ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതാം. എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ബേസ് പി എത്രയാണ് എന്താണ് 4 മീറ്റർ തന്നിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എത്രയാണ് 4 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് 0.9 തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്ന വാല്യൂസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് പി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ ഇൻറ്റു എച്ച് കാണാം, എച്ച് ബാർ കാണാം. അപ്പോൾ അതിന് ഫസ്റ്റ് ഡബ്ല്യു ആണ് എന്തെയ്യുന്നു റോ ഇൻറ്റു ജി. റോ ഇൻറ്റു ജി പറയുമ്പോൾ റോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു റോ ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000. അപ്പോൾ എത്ര ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര തന്നിട്ടുണ്ട്? 0.9 ആണ്. 9 ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് ഡബ്ല്യു കാണാം എങ്ങനെയാണ്? 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81. അപ്പോൾ ഡബ്ല്യു കിട്ടി. പിന്നെ ഏരിയ കാണാൻ എങ്ങനെയാണ്? ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്. ഇപ്പോൾ ഏരിയ എങ്ങനെ അവിടുത്തെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ബി എച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്താൽ അതേപോലെ തന്നെ ഹാഫ് ഇൻറ്റു ബി എച്ച്. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു എച്ച്. ബി എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ബി എത്ര 4 തന്നിട്ടുള്ളത്. അപ്പോൾ 4 ഇൻറ്റു എച്ച് എത്ര എന്തെങ്കിലും എച്ച് 4 തന്നിട്ടുള്ളത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എച്ച് ചെയ്യുമ്പോൾ കിട്ടും 8 മീറ്റർ സ്ക്വയർ കിട്ടും, ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ഡബ്ല്യു കിട്ടി, എ കിട്ടി. എച്ച് ബാർ പറഞ്ഞു ട്രയാങ്കുലർ പ്ലേറ്റ് ആകുമ്പോൾ അടുത്ത കാണാൻ ലൊക്കേഷൻ എന്താണ്? 1/3 എച്ച് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 1/3 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 4. അപ്പോൾ നമ്മൾ 4/3 എന്ന് എഴുതിയാൽ മതി. എന്നാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സുഖമുള്ള അപ്പോൾ 4/3 എഴുതാം. അപ്പോൾ എന്താണ് ഇനി പി കാണാൻ ലൊക്കേഷൻ? പി ഈക്വൽ ടു ഡബ്ല്യു തന്നെ എത്രയാണ്? 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഇത് മൊത്തം ഡബ്ല്യു ഇൻറ്റു ഏരിയ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 8 മീറ്റർ സ്ക്വയർ ഇൻറ്റു 8 ഇൻറ്റു എച്ച് ബാർ എത്രയാണ്? 4/3. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും ആൻസർ? നിങ്ങൾ ചെയ്ത് നോക്കുക. ന്യൂട്ടൺ കിട്ടും. അപ്പോൾ എന്തൊക്കെ 94.17 കിലോ ന്യൂട്ടണിന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ ഐ ജി കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ചെയ്യുന്നു? BH3/36. ട്രയാങ്കുലർ പ്ലേറ്റ് ആകുമ്പോൾ BH3/36. മറ്റേ സർക്കുലർ പ്ലേറ്റിൻ്റെ കേസിൽ എന്താ പറഞ്ഞിരുന്നു? 5/64 ഇൻറ്റു D⁴. അപ്പോൾ ഇക്വേഷൻസ് മറക്കരുത് കേട്ടോ. അപ്പോൾ BH3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ഇൻറ്റു 4³ ഡിവൈഡഡ് ബൈ 36. എത്ര കിട്ടും? 256 ഡിവൈഡഡ് ബൈ 36. അതിനെ ഷോർട്ടാക്കിയിട്ട് 64/9 ഷോർട്ടാക്കിയിട്ട് എഴുതാം. നിങ്ങൾക്ക് പോയിൻ്റ് വാല്യൂ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ എഴുതിയാലും മതി. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. എച്ച് ഈക്വൽ ടു ഐ ജി നമുക്ക് എത്ര കിട്ടി? 64/9 കിട്ടി. ഡിവൈഡഡ് ബൈ ഏരിയ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 8 ഇൻറ്റു എച്ച് ബാർ എത്ര കിട്ടിയിരിക്കുന്നത്? 4/3 പ്ലസ് 4/3. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടും? 2 മീറ്റർ ആണ് ഏകദേശം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 2 പോയിൻറ്റ് സംതിങ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് 2 മീറ്റർ ആയിട്ട് റൗണ്ട് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇല്ല, ആ പ്രോബ്ലത്തിൻ്റെ അതേപോലത്തെ മോഡൽ പ്രോബ്ലമാണ് ഇത്. ഐസോസിലർ ട്രയാങ്കിൾ. ഇതിൽ എന്ത് വ്യത്യാസം വന്നു വെച്ചാൽ ബിയു എച്ച് മാത്രം മാറിയിട്ടുണ്ട്, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി മാറ്റി തന്നിട്ടുണ്ട്. ബാക്കി സെയിം പ്രോബ്ലമാണ്. ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. ഏരിയ കാണാനുള്ള ഇക്വേഷൻ, എച്ച് ബാർ കാണാനുള്ള ഇക്വേഷൻ, ഐ ജി കാണാനുള്ള ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻസ് മറക്കാതെ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.